ഓം സഖനവവതൗ സഖനൗ ഭുനക്തു സഖ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ ഹിന്ദുധർമ്മവിശ്വാസികളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് ഷോഡശ കർമ്മങ്ങളിൽ ഗർഭാധാന കർമ്മത്തെക്കുറിച്ചായിരുന്നു. എങ്ങനെയാണ് ആ ചടങ്ങ് നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ചായിരുന്നു. സാധാരണ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് പുംസവനം എന്ന ചടങ്ങിനെക്കുറിച്ചാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് പരമാവധി എല്ലാ ഹിന്ദുക്കളിലും ഇത് എത്തിക്കുവാൻ, അവർക്കൊക്കെ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിയുകയും ആചരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുന്നത്. ഞാൻ എടുത്തിത് സൂചിപ്പിക്കുവാൻ കാരണം, ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ പ്രഗ്നൻസി കൺഫേം ആകണമെങ്കിൽ ഏകദേശം 1 മാസം അല്ലെങ്കിൽ 1.5 മാസം. അത് കൺഫേം ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡോക്ടറുടെ നിർദ്ദേശമുണ്ടാകും. ഇനി ബെഡ് റെസ്റ്റ് വേണം, അല്ലെങ്കിൽ അനങ്ങരുത്, ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കും. ഡോക്ടർ ശരിക്കും എന്താ ചെയ്യുക? കുറച്ച് വൈറ്റമിൻ ഗുളികകളും കൊടുക്കും. ഈ ഗുളിക കഴിച്ചാൽ സംഭവിക്കുന്ന ഗതികേട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കുട്ടി അമിതമായി വളരും. ഒരു സ്വാഭാവിക പ്രസവം നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഗുളിക കൊടുത്തു. ഒരു 8 മാസം കഴിഞ്ഞ് പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് കുട്ടി അമിതമായിട്ട് വളർന്നിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറയും ഇത് തലതിരിഞ്ഞാണ് കിടക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ഇത് സിസേറിയൻ വേണം. കാരണം ഇപ്പോൾ പ്രസവമൊക്കെ നടക്കുന്നത് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഈ സിസേറിയൻ വേണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നേരെ ഓടും ജ്യോത്സ്യൻ്റെ അടുത്ത്. ഈ സിസേറിയൻ നടത്തുവാനുള്ള ആ നല്ല നക്ഷത്രം നോക്കിയാണ് ഓടുന്നത്. അതിനു വേണ്ടിയാണ്. ആ നക്ഷത്രം നോക്കിയായിരിക്കും ഈ സിസേറിയൻ നടത്തുന്നത്. ഈ നക്ഷത്രം വെച്ചുകൊണ്ടായിരിക്കും ഈ കുട്ടിയുടെ ജാതകം എഴുതുന്നത്. ഇദ്ദേഹത്തിൻ്റെ ജാതകവും ഇദ്ദേഹത്തിൻ്റെ ജീവിതക്രമവും തമ്മിൽ പുലബന്ധം പോലും ഉണ്ടാവില്ല. ഞാനിത് സൂചിപ്പിക്കുവാൻ കാരണം, അന്ന് മുമ്പ് പറഞ്ഞല്ലോ ഇത് തലതിരിഞ്ഞാ കിടന്നതെന്ന്. ജീവിതകാലം മുഴുവൻ ഇവനെ ഈ തലതിരിവും കാണിക്കും. അന്ന് തലയിൽ കൈവച്ച് പ്രാകും. ഇങ്ങനെ മുടിയാൻ നേരത്തുണ്ടായവൻ ഇങ്ങനെ ഒരുവൻ ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. യഥാർത്ഥത്തിൽ കുഴപ്പം ആർക്കാണ്? മാതാപിതാക്കൾക്കാണോ അതോ കുട്ടിക്കാണോ? ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ സംസ്കാരത്തെ നമ്മൾ കാണണം എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം. ജൈമിനിയുടെ നമ്മുടെ ഷഡ്ദർശനങ്ങളിൽ ഒന്നാണ് ജൈമിനിയുടെ പൂർവമീമാംസ. ആ പൂർവമീമാംസയിൽ ജൈമിനി പറഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. എല്ലാവരും ഈ സന്ദേശം പരമാവധി എല്ലാ ഹിന്ദുക്കളിലും ഇതെത്തണം. എല്ലാവരും ഇതറിയണം. ഈ സത്യങ്ങൾ, അതായത് അപ്രിയ സത്യങ്ങളാണിത്. ഈ അപ്രിയ സത്യം അത് ആർക്കും പെട്ടെന്ന് ദഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം വ്യക്തമായൊരു ധാരണ വേണം. അത് ഞാൻ സൂചിപ്പിച്ചത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ഗർഭിണി ആയാൽ 3-ാം മാസത്തിൽ ഞായർ, ചൊവ്വ, വ്യാഴം ഈ ആഴ്ചകളിൽ ഏതിനോടെങ്കിലും ചേർന്നു വരുന്ന പൂയം നക്ഷത്രത്തിലാണ് പുംസവന കർമ്മം നിർവഹിക്കുന്നത്. അത് മിഥുനം, കർക്കിടകൻ രാശികളിലാണ്. ഇവിടെ കർക്കിടകം, കന്നി രാശികളിലാണ്. ഇതിൽ
നിർവഹിക്കേണ്ട ക്രമവും നിലവിളക്ക് വെച്ച് ഗണപതി നിവേദിച്ച് മംഗളപ്രാർത്ഥനകളെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കഴിച്ചതിന് ശേഷം ഭർത്താവ് സങ്കല്പം ചൊല്ലും. മമ ഭാര്യയാം ഉത്പസ്യ മാനസ്യ ഗർഭസ്യ വൈജിക ഗാർഹിക ദോഷ പരിഹാരാർത്ഥം പുംസവന കർമ്മം കരിഷ്യേ. ഇങ്ങനെ സങ്കല്പം ചൊല്ലിയതിന് ശേഷം കൃഷ്ണതുളസി സമൂലം പശുവിൻ പാലിൽ അരച്ച് ചേർത്ത് അതിൽ ചതുരക്ഷരി ഗോപാലമന്ത്രം, അതായത് ക്ലീം കൃഷ്ണ ക്ലീം, ഇതാണ് ചതുരക്ഷരി ഗോപാലമന്ത്രം. ഈ ചതുരക്ഷരി ഗോപാലമന്ത്രം ജപിച്ച് അതുപോലെ അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ജപിച്ച് യഥാശക്തി അത് ജപിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ പേരാലിൻ്റെ ജടത്തളിര് കൂടാതെ ഈ അമൃതവള്ളിയുടെ തളിര് ഇത് പ്രത്യേകം അരച്ചു വെച്ച് 3 പാത്രങ്ങളിലായി അരച്ചു വെച്ച് ഇതൊരു പാത്രത്തിലാക്കി 3 ദർഭമുന കൊണ്ട് ഗായത്രി മന്ത്രം ചേർത്ത് ഗായത്രി മന്ത്രം ജപിച്ച് ഇത് ഇളക്കി ഇത് ചേർത്ത് ഈ ഭാര്യയുടെ വലതുമൂക്കിൽ ഹ്രാണിപ്പിക്കുകയും ഭാര്യയെക്കൊണ്ട് സേവിപ്പിക്കുകയും ചെയ്യുന്ന ചടങ്ങാണ് പുംസവനം. ആ കുട്ടിക്ക് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക, അംഗവൈകല്യമുണ്ടാവില്ല, ബുദ്ധിമാന്ദ്യമുണ്ടാവില്ല. ആ കുട്ടി ആയുരാരോഗ്യ സൗഖ്യമുള്ളവനായി വളർന്നു വരും. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഷോഡശകർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അറിയുകയും മറ്റുള്ളവർക്കിത് പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അവരെ കൂടെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നമ്മുടെ ഒരു ശക്തമായ ഒരു വ്യക്തമായ ജീവിതക്രമം അതിന് നമ്മൾ ഓരോരുത്തരും കാരണഭൂതരായി വർത്തിക്കുവാൻ ജഗദീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.